Hi guys! ഒരുപാട് ആൾക്കാർ അവരുടെ ഫേസിലുണ്ടാവുന്ന കറുത്ത പാട്, കരിമ്പുള്ളി, തഴമ്പ് ഇതെല്ലാം റിമൂവ് ആക്കി അവരുടെ ഫേസ് നല്ല ഗ്ലോയിങ്ങും അതുപോലെ തന്നെ നല്ല ഫെയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹോം റെമഡി ട്രൈ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെമഡി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ സുഗമമായിട്ട് കിട്ടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിച്ചു കളയുന്ന ഒരു കാര്യം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റെമഡി ചെയ്തെടുക്കാൻ പോകുന്നത്. സൂപ്പർ ഇഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു കൂട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 5 ദിവസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് രാത്രി അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. പകലും അപ്ലൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഇതൊരു ടോണറൊന്നോ അല്ലെങ്കിൽ ഫേസ് പാക്കെന്നോ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ടോണർ ആവും. അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അത് ഫേസ് പാക്കായിട്ട് മാറും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ഈ ഒരു കൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു റെമഡി എങ്ങനെ ചെയ്തെടുത്തു എന്നുള്ള വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാനായിട്ട് ആദ്യം എടുത്തേക്കുന്നത് റൈസ് വാട്ടറാണ്, നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ചോറ് വെടിച്ചെടുത്തിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളം അല്ല, അതുപോലെ തന്നെ അരി കഴുകിയെടുത്ത വെള്ളവും അല്ല. ഓക്കെ, ഇതെങ്ങനെ എടുക്കേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചോറ് വെക്കാനായിട്ട് അരി വെള്ളം തിളപ്പിക്കുമല്ലോ. വെള്ളം തിളപ്പിച്ച് അരിയൊക്കെ ഇട്ട് ആ ഒരു അരി ചോറിൻ്റെ പരുവത്തിൽ വെന്ത് വരുന്ന സമയത്ത് അപ്പം നമ്മൾ ആ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്ത് മാറ്റിയിട്ടുള്ള വെള്ളമാണത്. അതല്ലാതെ നമ്മൾ ഉപ്പിടാതെ വെള്ളമാണ് എടുക്കേണ്ടത്. അതല്ലാതെ നമ്മൾ വെടിച്ചെടുത്തുള്ള കഞ്ഞിവെള്ളമല്ല. അപ്പോൾ ഈ രീതിക്ക് വേണം ഈ ഒരു റൈസ് വാട്ടർ എടുക്കാനായിട്ട്. അത് ഞാൻ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്, ഏകദേശം 100 ഗ്രാമോളം ഉണ്ട്. അത് വേറൊരു പാത്രത്തിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു 1/4 ഗ്ലാസോളം പശുവിൻ പാലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലോ, അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അതിൽ നിന്ന് ഞാൻ ഏകദേശം ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഒരല്പം ഞാനതങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് എന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ കുറച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 1/4 ഗ്ലാസ് പാൽ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് കഞ്ഞിവെള്ളം ആവശ്യമുണ്ട്. നമ്മൾ അരി തിളപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളം കേട്ടോ. ചോറ് വെടിച്ചെടുത്ത വെള്ളമല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഈ രീതിക്ക് എടുത്തിട്ടുള്ള വെള്ളം നമ്മൾ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് കൊണ്ടുവരികയാണ്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പാലും ഈ ഒരു റൈസ് വാട്ടറും എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് മറിഞ്ഞ് വരണം കേട്ടോ. തിളച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരു കാര്യം ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. അത് ആ ഒരു അളവിൽ തന്നെ, ഞാൻ പറയുന്ന ഈ അളവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്കത് ഉപയോഗിക്കുന്ന സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ റൈസ് പൗഡറാണ്. അത് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാലിനകത്തേക്കാണ് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഈ കാണുന്ന സ്പൂണിൽ, ഒരു കുഞ്ഞ് സ്പൂണിൽ ഞാൻ ഈ ഒരു റൈസ് പൗഡർ എടുക്കുന്നുള്ളൂ. മാക്സിമം നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത അരി എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അത് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നൂലപ്പം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന റൈസ് പൗഡർ ആയാലും പ്രശ്നമല്ല. അപ്പോൾ അത് ഈ ഒരു പാലിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു കൂട്ടിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരൊറ്റ തവണ തിളച്ച് വന്നാൽ മതി. നമ്മുടെ ഈ ഒരു റൈസ് പൗഡർ ഈ ഒരു കൂട്ടിനകത്തേക്ക് ഇട്ട ശേഷം ഒരൊറ്റ തവണ തിളച്ച് വന്നതിന് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് തരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഒരു കൂട്ടുതാ, നമ്മുടെ ഈ ഒരു ടോണർ അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരണം. നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്ന റൈസിൻ്റെ ആ ഒരു വേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു പൗഡറിൻ്റെ തരിതരിയായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും അതിനകത്ത് കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മളത് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരിക. എന്നതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാത്രി കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്തതും പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിക്കോളും. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു റീ അപ്ലൈ കൊടുക്കുക. അങ്ങനെ 2-3 തവണ നമ്മൾ റീ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് നേരത്തേക്ക് അല്ലെങ്കിൽ 25 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് വെറുതെ അങ്ങ് വിടുക. എന്നതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. കഴുകുന്ന സമയത്ത് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് കഴുകിക്കളയാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് ചെയ്തു വരാം, കുഴപ്പമൊന്നുമില്ല. എന്നതിന് ശേഷം ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് രാത്രി നമ്മൾ നൈറ്റ് കെയർ ചെയ്യുന്ന ആ രീതിക്ക് ടോണറോ അല്ലെങ്കിൽ ജെല്ലൊക്കെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കിടന്നുറങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.